ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും സിസ്റ്ററും കൂടെ എംപുരാൻ കാണാൻ പോയി. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെയാ മൂവി എന്നൊക്കെ ഈ വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഫോറമിലാണ് വന്നിരിക്കുന്നത്. മൂവി എംപുരാനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ടീനുണ്ട്. അപ്പോൾ നമ്മൾ ടീമിലൊപ്പമാണ്. ആൻസിയുണ്ട്, ടീനുണ്ട്, ഞാനുണ്ട്. നമ്മൾ കണ്ടിട്ട് പറയാൻ എങ്ങനെയുണ്ടോ. ഞാൻ വിചാരിക്കുന്നത് ഭയങ്കര അടിപൊളിയായിരിക്കും, മ്യൂസിക്കൊക്കെക്കാളും സൂപ്പർ ആയിരിക്കും, നല്ല സ്റ്റോറി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. റിവ്യൂസ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് ഞാൻ ഈ മൂവി കാണാൻ വരുന്നത്. അടിപൊളിയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും മാത്രം. അപ്പോൾ നമുക്ക് കണ്ടിട്ട് എന്താണെന്ന് പറയാം. ഹായ്. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മൾ എംപുരാൻ കാണാൻ വന്നേക്കുമല്ലേ. അപ്പൊ എന്താ വിചാരിക്കണേ? ഫിലിം എങ്ങനെ ഉണ്ടാവും വിചാരിക്കണേ? ഫിലിം എങ്ങനെയാണെന്ന് എനിക്കറിയേണ്ടത്. ഞാൻ ലാലേട്ടൻ ഫാനാണ്. സോ അതുകൊണ്ട് എനിക്കെല്ലാം ഉറപ്പാണ് ഞാൻ അടിച്ചുപൊളിയായിട്ട് കാണും, ആസ്വദിക്കുന്നു. കുറെ പേര് കുറെ റിവ്യൂ ഒക്കെ പറയുമ്പോൾ ഞാൻ അതൊന്നും കേൾക്കുന്നില്ല. ഞാൻ ആസ്വദിക്കാൻ പോകാം മൃദുലയോടൊപ്പം. ഓക്കെ, ആൻസിയുടെ അഭിപ്രായം എന്താ വിചാരിക്കണേ? ലൈക്ക് എങ്ങനെ ഉണ്ടാവും ഫിലിം എന്നാ വിചാരിക്കണേ? അടിപൊളിയായിരിക്കും. ലാലേട്ടൻ ഫാനാണോ? ഓക്കെ, സെറ്റ്. അപ്പൊ അടിപൊളി അടിച്ചൊളി കണ്ടിട്ട് വരാം അല്ലെ? പ്രത്യേകിച്ച് ഫാനാണോ? ആണ്. അപ്പൊ മോഹൻലാലിന്റെ നായകൻ മഞ്ജു വാര്യർ, ടോവിനോ, അങ്ങനെ എല്ലാവരുടെയും ഫാനാണ്. അതുകൊണ്ട് നമ്മൾ കാണും. ഓക്കെ, അപ്പൊ അടിച്ചൊളിച്ച് കണ്ടിട്ട് വരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ റിവ്യൂസ് ഒന്നും കാണാതെ വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി എന്താ പറയുക, ഇത് ചീത്ത സിനിമയായിരിക്കുന്നു അല്ലെങ്കിൽ ഭയങ്കര നല്ല സിനിമയായിരിക്കുന്നു അങ്ങനെയൊന്നും ഇല്ല. ലൂസിഫർ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ അതുപോലത്തെ ഒരു മൂവി അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു മൂവി അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ലാലേട്ടൻ ഫാനാണ്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇഷ്ടക്കൂടുതലുണ്ട് ഈ സിനിമയുടെ അടുത്ത്. പിന്നെ പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുന്നു, അപ്പം നല്ല മൂവി ആയിരിക്കും എന്നുള്ളൊരു ആ ഒരു ഒറ്റ പ്രതീക്ഷ എനിക്കുള്ളൂ. ഈ മൂവിയുടെ ഇൻട്രോ വെറുതെ കലക്കി കളഞ്ഞു. ശരിക്കും എനിക്ക് അതിൻ്റെ മ്യൂസിക്കും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റ് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാത്തത്. ശരിക്കും ഗൂസ് ബംസ് വന്നിട്ടുള്ളൊരു ഇൻട്രോ ആയിരുന്നു കേട്ടോ ഇത്. ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ മൂവി. എനിക്ക് ഒത്തിരി 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 ഇഷ്ടമായി. സോ ഇപ്പൊ നമ്മൾ ഇന്റർവെല് ടൈമാണ്. നമുക്ക് ടീനോട് അടുത്ത് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്ന മൂവിന്ന്. ഓക്കെ പറയൂ ടീനു, ഹൗസ് ദ ഫിലിം? നല്ലായിരുന്നു. ലൈക്ക് ഫസ്റ്റ് അന്നീനി അടുത്ത് എന്താണെന്നുള്ളൊരു പോയിന്റ് വരെ നമ്മൾ എത്തിച്ചു. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാലേട്ടന്റെ എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? ഫുൾ കണ്ടാ? ലൈക്ക് ഇഷ്ടപ്പെട്ടാ? ഉറക്കം വന്നാ? ബോറടിച്ചാ? ഇല്ല. എന്താ ടീന നോക്കണേ? അതൊക്കെ എടുത്തുണ്ട് പോരോ? എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം? മിക്സഡ് റിവ്യൂ ഉള്ള അത് ആ ഒരു ശരിക്കും അനലൈസ് ചെയ്യാം. എനിക്കങ്ങനെ വലിയ പൊട്ടായിട്ടൊന്നും തോന്നിയില്ല. ശരിക്കും ചിന്തിക്കുക, അത് കണക്ട് ചെയ്യുന്നുണ്ട്. അത് ലൈഫ് മിസ് ആവണോണ്ടാണ് ബോറടിക്കണ ഒരു തേർഡ് പാർട്ടിലേക്ക് ഒരു ചെറിയൊരു ട്രെയിലർ പോലെ തോന്നി അല്ലേ? തേർഡ് പാർട്ട് എന്തായാലും ഉണ്ടാവും. സോ അതെന്തായാലും ഞാൻ കാണും. ഓക്കെ. ഹേയ്, അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് തിയേറ്ററിലൊക്കെ പോയിട്ട്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മൂവി. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. OTT വരാനൊന്നും വെയിറ്റ് ചെയ്തിരിക്കരുത്. സൗണ്ട് മിക്സ് ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ മൂവി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.